സഞ്ചാരികളുടെ മനം കവരുകയാണ് നടുവിൽ പുല്ലം വനത്തെ അയ്യൻമട ഗുഹ. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേറിട്ട അനുഭവം കൂടിയാണ് ഈ ഗുഹ സമ്മാനിക്കുന്നത്. പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ച കണ്ണിനും മനസ്സിനും കുളിരു പകരും. പാറകളും ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വൃക്ഷങ്ങളുടെ വേരുകളും താണ്ടി സാഹസിക യാത്ര. ഒപ്പം ശരീരം തണുപ്പിക്കാൻ കളകളമൊഴുകുന്ന കാട്ടരുവിയും. മീറ്ററോളം ദൂരമുണ്ട് നടുവിൽ പുല്ലം വനത്തെ ഈ ഗുഹയ്ക്ക്. ഗുഹയ്ക്കുള്ളിൽ കയറിയവർക്കാകട്ടെ വ്യത്യസ്തമായ അനുഭവം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ തന്നെ ടെറിഫയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറേ ഉള്ളിലേക്ക് പിന്നെയും ചെറിയ പോയായിട്ട് വലുതായിരുന്നു. ഇവിടെ നിന്ന് കയറിയപ്പോൾ വലുതാണെങ്കിലും ഉള്ളിലേക്ക് ചെറുതായി പോകുന്നുണ്ട്. പിന്നെ കുറേ വവ്വാലുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഒരു ഡാർക്കായിട്ട് ടെറിഫയിങ് എക്സ്പീരിയൻസ് തന്നെ ഉള്ളിൽ. നല്ലൊരു ഡാർക്ക്നെസ് തന്നെയാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, ഷോർട്ടായി പോവാണ് കേവ്. സ്ലാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയും ചിത്രശലഭങ്ങളുടെ ആവാസ കേന്ദ്രവും കൂടിയാണ് ഇവിടം. നിരവധി ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് ഈ ഗുഹയും ചുറ്റുപാട് പ്രദേശമുള്ളത്. അതുപോലെ തന്നെ ഈ ഗുഹയ്ക്ക് ഉള്ളിൽ വയനാടൻ വാള എന്ന് പറയുന്ന ഒരു അപൂർവ മത്സ്യം ജീവിക്കുന്നുണ്ട്. അത് ഇരുണ്ട സ്ഥലങ്ങളിലും കാവേരി നദിയുടെ തീരങ്ങളിലും വയനാടിൻ്റെ ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയുടെ ചുരുക്കം ചില ഭാഗങ്ങളിലും മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് വയനാടൻ വാള. അതുപോലെ തന്നെ 60-ലധികം പൂമ്പാറ്റകൾ ഈ അയ്യൻമട ഗുഹയുടെ പരിസരങ്ങളിലായിട്ട് ജീവിക്കുന്നുള്ളതായിട്ട് പ്രമുഖ ഗവേഷകനായ VC ബാലകൃഷ്ണനും പഠിതാക്കളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി ഈ ഞണ്ട് അതുപോലെ തവള വർഗ്ഗങ്ങളും ഈ ഗുഹയുടെ ചുറ്റുപാടും ഇതിൻ്റെ ആവാസ വ്യവസ്ഥയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ മുട്ടത്തിൽ ബെന്നിയുടെ കൃഷിയിടത്തോട് ചേർന്നാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സംരക്ഷകനും ബെന്നി തന്നെ. ചുട്ടുപൊള്ളുന്ന ചൂടിലും ഇവിടെ എത്തിയാൽ ശരീരത്തിനും മനസ്സിനും നല്ല തണുപ്പാണ്. പ്രകൃതി സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഈ അയ്യൻമട. ആലക്കോട് നിന്നും അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.